എത്ര രൂപ? 10 രൂപ. വരൂ. പുതിയ അപ്പോയിന്റ്മെന്റ് കിട്ടി വന്നതാ. ഓ, ശശികല. ശശികല വർഗീസ്. എന്നാ ജോയിൻ ചെയ്യുന്നത്? ഇന്ന് തന്നെ. ഗുഡ്. മറ്റുള്ള സബ് എഡിറ്റേഴ്സിനെ പോലെ അല്ല താൻ. യു ഹാവ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ജേർണലിസം ആൻഡ് ദാറ്റ് ടു ഫസ്റ്റ് റാങ്ക്. ആ മിടുക്കൊക്കെ ജോലിയിലും കാണിക്കണം. സെക്ഷൻ ഒക്കെ കാണിച്ചു കൊടുക്കും. യെസ് സർ. വിഷ് യു ദി ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. വരൂ. ഇതാണ് നമ്മുടെ പുതിയ റിപ്പോർട്ടർ ശശികല വർഗീസ്. ഹലോ. ആ സീറ്റിലിരുന്നോളൂ. സംശയം വല്ലതും ചോദിച്ചാലേ ഒന്ന് പറഞ്ഞോട്ടേക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിയൂണിനോട് പറഞ്ഞാൽ മതി. എവിടെയാണ് കുട്ടിയുടെ സ്ഥലം? മാന്നാർ. ആ, ശശികലയ്ക്ക് താമസ സൗകര്യം വല്ലതും ആയോ? അതോ ഹോസ്റ്റലിലോ മറ്റോ അന്വേഷിക്കണോ? വേണ്ട സാർ, എന്റെ ചേച്ചിയുടെ കൂട്ടുകാരുണ്ട് ഇവിടെ. ആരാ അത്? ഡോക്ടർ സുമ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ആ പ്ലേറ്റിംഗ് എടുക്ക. ഇതാ. കമ്പോസിംഗിന്റെ കാര്യത്തിലും പ്രിന്റിംഗിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ മറ്റേത് പത്രത്തോടും കിടപിടിക്കാൻ പറ്റുന്ന ആധുനിക എക്യുപ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. എന്നാൽ ഉപകരണങ്ങൾ ആധുനികമായതുകൊണ്ട് മാത്രം കാര്യമായില്ല. പത്രവ്യവസായം ഇന്ന് വലിയൊരു മത്സരരംഗമാണ്. ഈ മത്സരത്തിൽ എന്റെ ശക്തി നിങ്ങളാണ്. നിങ്ങളുടെ ബുദ്ധി, അന്വേഷണ വ്യഗ്രത, കഠിനാധ്വാനം, അർപ്പണബോധം. നമ്മൾ കണ്ട സിനിമയെ കുറിച്ച് ശശി എന്താ റിവ്യൂ എഴുതാൻ പോകുന്നത്? എന്താ എഴുതണം? നല്ലതാണെന്ന് എഴുതടോ. എനിക്കിഷ്ടപ്പെട്ടു. ഓ, സൂക്കേടുകാരുടെ കഥയായതുകൊണ്ടായിരിക്കും ഡോക്ടർ സാറിനെ പിടിച്ചുപോയത്. എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾ പത്രക്കാരിങ്ങനെ ഭയങ്കര സിനിക്ക. താൻ പ്രത്യേകിച്ചും. ആ, ഞാനിങ്ങനെയാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. അയ്യോ, കുഴഞ്ഞു. വീട്ടിൽ വരെ എത്താൻ പെട്രോൾ കയ്യില്ലെന്നാ തോന്നുന്നത്. അതെങ്ങനെ? ആഴ്ചയിൽ 2 ലിറ്റർ പെട്രോളല്ലേ അടിക്കുന്നത്? ആ, ദേ ആ കാണുന്ന പങ്കി നടിക്കാം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ക്ലോസ് ചെയ്തെന്നാ തോന്നുന്നേ. ദാ 10 മണി കഴിഞ്ഞ് വിൽപ്പനയില്ലെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരില്ല. നമുക്ക് പോയി വിളിച്ചു നോക്കാം. വാ. ഏയ്, ഹലോ, ഒന്ന് എഴുന്നേറ്റേ. പെട്രോൾ, കുറച്ച് പെട്രോൾ വേണം. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞങ്ങൾ പാവം പെണ്ണുങ്ങളല്ലേ. പ്ലീസ്. പത്ത് മണി കഴിഞ്ഞ ക്ലോസ് ചെയ്യുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും പാതിരാത്രിക്ക് ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളൂ മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറക്കി വരുന്ന ആർക്കറിയാം. ആ, എത്ര അടിക്കണം? 5 അല്ല 10 അല്ല 5 മതി. ഒരു 10
പത്തടിക്കന്റെ സുമേ, നാളെ വണ്ടി പിന്നെയും വഴി കിടക്കും. പിശുക്കി. എടി, ഞാനൊരു പാവം സർക്കാർ ഡോക്ടറാ. മാസം മാസം ഡ്രാഫ്റ്റ് വരുന്നുണ്ടല്ലോ ഗൾഫിൽ നിന്ന്, ഡോളറായിട്ടും ദിനാറായിട്ടും ഒക്കെ. അതെ അതെ, എന്റെ കെട്ടിയൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് എനിക്കിവിടെ പെട്രോൾ കത്തിച്ചു കളയാനല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, തീരുമാനിച്ചിട്ട് അടുത്ത പങ്കി പോയി അടിച്ചേര്. അയ്യോ ചതിക്കല്ലേ. എന്നാ പിന്നെ വേഗം പറ, എത്ര അടിക്കണം? 10. 5, 10. മനുഷ്യനെ കിടത്തി ഉറപ്പില്ല, ഓരോ വലിഞ്ഞു കയറി വന്നു. എത്ര അടിക്കണം? ഒരു 25 വേഗം അടിക്കും. 25. നീ പോയി ബില്ല് ഞാൻ ഞാൻ അടിക്കും പിടിക്കൊന്നും വേണ്ട. ബാക്കി നീ വെച്ചോടെ. ആ എന്നാ അടിച്ചോ. ഈ ബില്ലൂടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ, അയാൾക്ക് അർജന്റാ. മാത്യു, പോൾസ് ആൻഡ് ഫിഷറീസിന്റെ ഡയറക്ടറാ. തട്ടിക്കൊണ്ടു പോകണമെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് പോലീസിന് ഫോൺ ചെയ്യട്ടെ. ഇദ്ദേഹത്തെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. നിങ്ങളാണല്ലേ ഫോൺ ചെയ്തത്? അതെ. വളരെ നന്ദി. അല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടണം. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഞാൻ പത്രോഫീസിൽ പോയി ഈ ന്യൂസ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. ഓ, റിപ്പോർട്ടറാണല്ലേ? അതെ. ഏത് പത്രത്തിന്റെ? കേരള രമ. ഐ സി. വേഗം പോയിട്ട് വരും. താങ്ക് യു സർ. എന്താ ശശി ആ സമയത്ത്? അതൊക്കെ പിന്നെ പറയാം. മാസം 1400 രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ചോദിച്ചു കേട്ടില്ലേ? ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? പൗരബോധം, ധീരത, കർത്തവ്യബോധം. റബിഷ്. പൗരബോധം വിൽക്കാനല്ല ഞാൻ ഈ പത്രം നടത്തുന്നത്.
ആയിരക്കണക്കിന് രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെ റിപ്പോർട്ടർമാരെ ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഐ വാണ്ട് ന്യൂസ്. എനിക്ക് വേണ്ടത് വാർത്തകളാണ്, ഹോട്ട് ന്യൂസ്. ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നിനക്കൊരു കിഡ്നാപ്പിംഗ് ന്യൂസ് കിട്ടി. ഛേ, നശിപ്പിച്ചു കളഞ്ഞു. സർ, ഞാനിവിടെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ പത്രത്തിലല്ലേ അത് ഏറ്റവും നന്നായി കവർ ചെയ്തത്? നീ ഈ പത്രങ്ങൾ കണ്ടോ? ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ്. നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു. നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ മാത്യുവിനെ തിരിച്ചറിഞ്ഞു. ഗുഡ്. അവരറിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു. എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയതിനു ശേഷം നീ നേരെ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു. സർ, ഞാൻ പോലീസിൽ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. പോൾ മാത്യു നിന്റെ ആരാ? തട്ടിക്കൊണ്ടു പോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല. അതിനിവിടെ പോലീസുണ്ട്. അതും പോരെങ്കിൽ പട്ടാളമുണ്ട്. അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും. നമുക്ക് ആവശ്യം വാർത്തകളാണ്, പൗരബോധമല്ല. മനസ്സിലായോ? Yes, sir. പൊയ്ക്കോ.